അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്ത ഐഡന്റിറ്റി മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് ബിഗ് ബജറ്റ് ചിത്രമെന്ന ലേബലിനോട് നീതി പുലർത്തുമ്പോഴും തിരക്കഥയിലെ അലസമായ സമീപനം തിരിച്ചടിയാകുന്നു. സാധാരണ പ്രതികാര കഥ പോലെ തുടങ്ങി പിന്നീട് വളരെ സങ്കീർണമായ കഥ പറച്ചിലിലേക്ക് സിനിമ നീങ്ങുന്നു. അതിനൊപ്പം തിരക്കഥയിലെ പാളിച്ചകൾ പ്രേക്ഷകരെ പലപ്പോഴും മുഷിപ്പിക്കുന്നു. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ സംഭവങ്ങളെ ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കാത്ത വിധം പ്രേക്ഷകരെ കൺഫ്യൂഷനിലാക്കുന്നുണ്ട് തിരക്കഥ. തൻ്റെ 2 സഹോദരിമാർക്കൊപ്പം കൊച്ചിയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഹരൺ ശങ്കർ എന്ന നായക കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ടു പോകുന്നത്. ഈ ഫ്ലാറ്റിൽ ഇവരുടെ അയൽപ്പക്കക്കാരായി കർണാടക പോലീസിൽ നിന്നുള്ള CI അലൻ ജേക്കബ് എത്തുന്നു. അലിഷ എന്ന യുവതിയും അലനൊപ്പമുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അലനെ കൊച്ചിയിൽ എത്തിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളയാളാണ് നായകൻ ഹരൺ ശങ്കർ. സ്കെച്ച് ആർട്ടിസ്റ്റ് കൂടിയായ ഹരൺ അപ്രതീക്ഷിതമായി CI അലൻ ജേക്കബ് അന്വേഷിക്കുന്ന കേസിൻ്റെ ഭാഗമാകുന്നു. പിന്നീടുണ്ടാകുന്ന ഉദ്വേഗം നിറഞ്ഞ സംഭവങ്ങളും കേസന്വേഷണവുമാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെ കഥയുമായി മെൻ്റലി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതാണ് സിനിമയുടെ പ്രധാന പോരായ്മ. ടെക്നിക്കലി വളരെ സമ്പന്നമാക്കാൻ ശ്രമിക്കുമ്പോഴും തിരക്കഥയിലും സംഭാഷണത്തിലും ഒട്ടേറെ ന്യൂനതകൾ നിഴലിക്കുന്നുണ്ട്. പ്രേക്ഷകരെ മൊത്തം കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ തിരക്കഥാകൃത്തുക്കളും സംവിധായകരുമായ അഖിൽ പോളും അനസ് ഖാനും ബലമായി ശ്രമിക്കുന്നു. ആ ഉദ്യമമാകട്ടെ പ്രേക്ഷകർക്ക് കഥയോടും കഥാപാത്രങ്ങളോടും യാതൊരു അടുപ്പവും തോന്നാത്ത വിധം പരാജയപ്പെടുകയും ചെയ്യുന്നു. തിരക്കഥയെ സങ്കീർണമാക്കിയ ശേഷം പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചില സ്പൂൺ ഫീഡിംഗ് ശ്രമം ചില സംഭാഷണങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. അതെല്ലാം വലിയ ഏച്ചുകെട്ടലായി തോന്നും. ഈ ന്യൂനതകൾക്കിടയിലും വിഷ്വൽ ക്വാളിറ്റിയിൽ അണിയറ പ്രവർത്തകർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ചേസിംഗ് രംഗങ്ങളും ക്ലൈമാക്സിലെ ഫ്ലൈറ്റ് സീനും വിഷ്വലി റിച്ചാണ്. അതാണ് സിനിമയെ തീർത്തും മോശം എക്സ്പീരിയൻസ് ആക്കാതെ താങ്ങി നിർത്തിയതും. ഇനി കഥാപാത്രങ്ങളുടെ പ്രകടനത്തിലേക്ക് വന്നാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഹരൺ ശങ്കർ എന്ന നായക കഥാപാത്രത്തെ ടൊവിനോ തോമസ് മോശമാക്കാതെ അവതരിപ്പിച്ചിരിക്കുന്നു. ആദ്യ സീനുകളിൽ ഈ കഥാപാത്രത്തെ അല്പം അതിശയോക്തിയോടെയാണ് ടൊവിനോ അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും മുന്നോട്ട് പോകുന്തോറും ആ പോരായ്മ നികത്താൻ താരത്തിന് സാധിച്ചു. ആക്ഷൻ രംഗങ്ങളിലും ടൊവിനോയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ബിഗ് ബജറ്റ് ചിത്രത്തിലെ തട്ടിക്കൂട്ട് വിഗ് ഒഴിച്ചു നിർത്തിയാൽ വളരെ കൺവിൻസിംഗ് ആയി ഈ സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷമ്മി തിലകനാണ്. വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണെങ്കിലും എക്സ്ട്രാ ഓർഡിനറിയായി പെർഫോം ചെയ്യാനുള്ളതൊന്നും തെന്നിന്ത്യൻ നായിക തൃഷയുടെ അലിഷ എന്ന കഥാപാത്രത്തിന് ഇല്ല. വിനയ് റായ്, അർച്ചന കവി, ഗോപിക രമേശ്, അജു വർഗീസ് എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയമായ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. കഥയോ തിരക്കഥയോ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും വിഷ്വലി റിച്ചായ ആക്ഷൻ രംഗങ്ങളുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഐഡന്റിറ്റിക്ക് ടിക്കറ്റ് എടുക്കാം. അതല്ല, മുകളിൽ പറഞ്ഞ ന്യൂനതകൾ നിങ്ങളുടെ സിനിമാ ആസ്വാദനത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം.